മനോരമ ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്ന ഒരു ദൃശ്യം കണ്ടു. കഴിഞ്ഞ ദിവസത്തെ അന്തിച്ചർച്ചയിൽ മേനോൻ രക്ഷാപ്രവർത്തനം. ഇപ്പോ മേനോൻ അദാനിയുമായി ചേർന്ന് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി എഴുതി വിദേശികൾക്ക് വിൽക്കുന്ന ഒരു കച്ചവട ഡീൽ നടക്കുന്നുണ്ട്. ആ ഡീലിനെ കുറിച്ചുള്ള ചർച്ചയ്ക്കിടയിൽ ഞാനൊന്നും അറിഞ്ഞില്ലേ, ഞാൻ ഈ മുഖ്യമന്ത്രി കസേരയിൽ ഇങ്ങനെ ആകാശത്ത് നോക്കിയിരിക്കുകയാണ്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി നിർമ്മിക്കാൻ ഏൽപ്പിച്ച ഒരു വ്യക്തി അതിന്റെ ഓഹരി ഞാൻ അറിയാതെ വിറ്റു എന്ന് പറഞ്ഞാൽ അയാൾക്ക് അത്രയും സ്വാതന്ത്ര്യം ഇല്ല, നമ്മൾ അങ്ങ് വിശ്വസിച്ചോളണം. ആർക്ക്? അദാനിക്ക് ഈ നാട്ടിൽ ഇങ്ങനെ കാണിക്കാൻ ഒരു ധൈര്യം വന്നത് ആരാ കസേരയിൽ ഇരിക്കുന്നത് കൊണ്ടായിരിക്കുമെന്ന് ചിന്തിക്കേണ്ടതാണ് പ്രാഥമികമായ കാര്യം. ആ വിഷയത്തിൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന സതീശനെ തുറന്നു കാട്ടാൻ ചർച്ചയിൽ പങ്കെടുത്ത ഇടതുപക്ഷ പ്രതിനിധിയായിട്ടുള്ള അനിൽകുമാർ വാചകങ്ങൾ പറഞ്ഞു വരുമ്പോൾ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് അവതാരക രൂപത്തിൽ ഇരുത്തിയിരിക്കുന്ന കോൺഗ്രസിന്റെ മഹിളാ കമ്മിറ്റിയുടെ അംഗമായ നിഷയുടെ രക്ഷാപ്രവർത്തനം നോക്കി. ഞാൻ ഈ ചർച്ചയിൽ ഒരു ചോദ്യം ചോദിച്ചിട്ട് ആരും കേട്ടില്ലല്ലോ. അതെന്താ കേൾക്കാതെ വരുന്നത്? മെയ് മാസം 1-ാം തീയതിയാണ് വിമാനത്തെ കയറി പ്രത്യേക ഫ്ലൈറ്റിൽ കയറി പോയത്. 3-ാം തീയതി വാർത്ത പുറത്തു വന്നു. പുറത്തു കൊണ്ടുവന്നത് കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയുടെ ചാനലാണ്, AICCക്ക് ബന്ധമുള്ള ചാനലാണ്. നമുക്കെല്ലാം അറിയാമല്ലോ ചാനൽ ഏതാന്ന്. ഇപ്പം എത്രയായി? 60 ദിവസമായി. നിയമസഭാ സമ്മേളനം കഴിഞ്ഞില്ലേ? അതിന്റെ പണം ആര് കൊടുത്തു എന്ന് ഇന്ന് ചർച്ച പറയാൻ പറ്റുമോ കോൺഗ്രസ് പകുതിക്ക്? എല്ലാ സംശയത്തിന്റെ തുടക്കം അവിടെ അല്ലേ. രണ്ടാമത് തുറമുഖ മുഖ്യമന്ത്രിക്ക് ഏറ്റെടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. രത്തൻ കേൽക്കർ വകുപ്പ് സെക്രട്ടറി ആയതിന് ഒരു തെറ്റുമില്ലെന്ന്. ദിവ്യ സയ്യരെ മാറ്റിയതിന് ഞങ്ങൾക്ക് തർക്കമില്ലെന്ന്. ഞങ്ങളെതിരെ തർക്കിക്കുന്നത്. പക്ഷെ ഇത് അറിഞ്ഞില്ല എങ്കിൽ ഈ പണിക്ക് ഇദ്ദേഹത്തെ കൊള്ളുവോ? ഈ മുഖ്യമന്ത്രിയെ കൊള്ളുവോ? അതല്ലേ പ്രധാനപ്പെട്ട കാര്യം. ഈ പണിക്ക് മുഖ്യമന്ത്രിയെ കൊള്ളുവോ? ഞാൻ വിചാരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി അറിയാതെയാണ് ഇടപാടെങ്കിൽ പൊട്ടിത്തെറിക്കും വി ഡി സതീശൻ. MSC കമ്പനി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഷെയർ എത്രയും വാങ്ങുന്നതിൽ CPM-ന് എതിർപ്പുണ്ടോ? അല്ല, CPM-ന്റെ നിലപാട് വ്യക്തമാക്കിയല്ലോ. കണ്ടല്ലോ, സതീശൻ എന്ന മുഖ്യമന്ത്രി അറിയാതെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കസേരയിൽ ഒരു വാഴ വയ്ക്കുന്നതായിരിക്കും നല്ലത്, അല്ലെ? കേരളത്തിന്റെ സ്വപ്ന പദ്ധതിക്കകത്ത് ഇവിടത്തെ കരാറുകാർക്ക് വിദേശത്ത് നിന്ന് കമ്പനിയെ വിളിച്ചുകൊണ്ടുവന്നത് എഴുതി വിൽക്കാം. ആർക്ക്? നിർമ്മാണ ചുമതല ഏൽപ്പിച്ചവർക്ക് വിൽക്കാൻ ധൈര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ? കാര്യം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇങ്ങനെയുള്ള ഒരു നീക്കവും നടത്തിയിട്ടില്ല. പൊടുന്നനെ നടത്താൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ കച്ചവട താല്പര്യവും കമ്മീഷൻ വ്യവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ആലോചിക്കാം. അതും പോരാഞ്ഞിട്ട് നിങ്ങൾ ആരും അറിയാത്തൊരു സത്യവും കൂടി അനിൽകുമാർ പറയുന്നുണ്ട്. കാര്യം ഇന്നലെ മനോരമ പത്രത്തിന്റെ ഫ്രണ്ടിലും പല പത്രങ്ങളുടെ ഫ്രണ്ടിലും വെണ്ടയ്ക്ക അക്ഷരത്തിൽ 13,000 കോടി രൂപയുടെ നിക്ഷേപം വിഴിഞ്ഞത്ത് വരാൻ പോകുന്നു എന്നൊരു വ്യാജ വാർത്ത അടിച്ചിറക്കിയല്ലോ. ഏത്? ഓഹരി വിറ്റതിനെ നിക്ഷേപം എന്ന പേരിൽ ഇവർ അടിച്ചിറക്കിയതിന്റെ പിന്നിൽ ഒരു റിയാലിറ്റി കൂടിയുണ്ട്. ഒന്ന് കേട്ടെ. നിക്ഷേപമല്ല എന്ന് 13 കോടിയുടെ നിക്ഷേപം തന്നെയാണ് വിലയുണ്ടായി പറയട്ടെ. അതേന്ന് അങ്ങനെയല്ലേ വാർത്ത കൊടുത്തത്? ഞാൻ ചോദിക്കുന്ന മനോരമ തന്നെ ഉണ്ടായിരുന്ന ആളാണല്ലോ ഇപ്പൊ PRO ആയിട്ട് നിൽക്കുന്ന അദാനിയുടെ കമ്പനിയില്. അവരല്ലേ വാർത്ത കൊടുത്തത്? മനോരമയുടെ പഴയ ലേഖനം തന്നെയല്ലേ അവരുടെ PRO. അവരല്ലേ വാർത്ത കൊടുത്തത്. കേട്ടല്ലോ, മനോരമയുടെ മുൻ അവതാരകനാണ് ഇപ്പോൾ അദാനി PRO ആയി നിയമിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? എന്താണ് അതിന്റെ അർത്ഥം? മനോരമയുടെ മാമൻ മാപ്പൻ മുതലാളിയുടെ പാലം അദാനി ഗ്രൂപ്പുമായി സ്ഥാപിച്ചു കഴിഞ്ഞു. മനോരമക്കാരനെ തന്നെ അവിടെ PRO ആയി നിയമിച്ചു. എന്താണ് PROയുടെ ജോലി? അതായത് മാധ്യമ PROമാരാണ് ഓരോ വാർത്തയും മാധ്യമങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അതാണ് അദാനി ഗ്രൂപ്പിന്റെ വാർത്തയായി പിറ്റെന്ന് വരാറുള്ളത്. അതായത് കൃത്യമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മനോരമക്കാരനെ PRO ആക്കിക്കൊണ്ട് കേരളത്തിലെ പത്രമാധ്യമ മുതലാളിമാർക്ക് തലേ ദിവസം അക്കൗണ്ടിലേക്ക് കോടികൾ അങ്ങ് തള്ളിയതിനു ശേഷം ഇതാ 13,000 കോടി രൂപയുടെ നിക്ഷേപം വരുന്നേ എന്നൊരു വ്യാജ വാർത്ത ബിൽഡ് ചെയ്ത് അടിക്കുകയാണ്. എങ്ങനെ? കരാർ ലംഘിച്ചുകൊണ്ട്. ഒന്ന് ആലോചിക്കണേ മേനോന്റെ കുഴിഞ്ഞ ബുദ്ധി. ഇത്രയും കാര്യം അറിയുമ്പോൾ ഇന്നലെ രാവിലെ പത്രത്തിൽ ഇത് അച്ചടിച്ചു വരുമ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇയാൾ വാ തുറന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, മിണ്ടാതിരുന്നു. വൈകുന്നേരങ്ങളിൽ വാർത്ത കത്തിയപ്പോൾ വിഴിഞ്ഞ എഴുതി വിറ്റ് കേരളത്തിലെ പൗരന്മാർക്ക് കിട്ടാനുള്ളത് വിദേശി കൊണ്ടുപോയി തിന്നട്ടെ എന്ന രീതിയിൽ സ്വന്തം കുടുംബത്തിലേക്ക് വരുന്ന കോടികൾക്ക് മാത്രം പരിഗണന നൽകിക്കൊണ്ട് ഇങ്ങനെ ഒരു കച്ചവടം ഉറപ്പിച്ചത് അദാനി ഒറ്റയ്ക്കാണെന്ന് ഈ നാട്ടിലുള്ളവർ കരുതുന്നുണ്ടോ? അദാനിക്ക് അങ്ങനെ ചെയ്യാൻ എന്തുകൊണ്ട് ഈ നാട്ടിൽ ധൈര്യം വന്നു നിങ്ങൾ ആലോചിച്ചേ. അതിനുവേണ്ടിയാണ് നിങ്ങൾ മനസ്സിലാക്കുക, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് മനോരമ പോലെയുള്ള മാധ്യമ സ്ഥാപനത്തിലെ മാധ്യമ പ്രവർത്തകരെ പോലും അദാനി ഗ്രൂപ്പിന്റെ ഭാഗമാക്കി ഈ നാട്ടിൽ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഇതിനെ സംബന്ധിച്ച് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന
ഏഷ്യാനെറ്റിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനെ പറഞ്ഞു തരണ്ടല്ലോ. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് 100 നാവാണ്. അങ്ങനെയുള്ള വ്യക്തി പോലും ഈ നിഗൂഢതയെക്കുറിച്ച് ഇന്നലെ പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. ഞാനും അപ്പനും സുഭദ്രയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നിഗൂഢമായിട്ടുള്ള കച്ചവടങ്ങൾ നടക്കാൻ ധനകാര്യവും തുറമുഖവും നിയമവകുപ്പും മുഖ്യമന്ത്രി തന്നെ കൈയാളിക്കൊണ്ട് അതിനെല്ലാത്തിനും തന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള പല ബിസിനസ്സുകളും നടത്താനായിട്ട് നേരത്തെ പദ്ധതിയിട്ടു എന്നതിന്റെ തെളിവ് കൂടിയാണ് ആ പ്രതികരണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നടക്കാനിരിക്കുന്നത് അദാനി ഗ്രൂപ്പ് അയച്ച കത്തിന്റെ ഫർദർ പ്രൊസീഡിംഗ്സ്. അതാണ്, തുടർ നടപടികളാണ് നടക്കാനിരിക്കുന്നത്. എന്തായിരിക്കും ആ തുടർ നടപടികൾ? നമുക്കതൊന്ന് പരിശോധിക്കാം. നോക്കൂ, കത്ത് പരിശോധിക്കാൻ പോകുന്നത് ഒരു എംപവേർഡ് കമ്മിറ്റിയാണ്. ആരൊക്കെയാണ് ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ? ചീഫ് സെക്രട്ടറിയാണ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. സർക്കാരും വിഴിഞ്ഞം പോർട്ടുമായി നടത്തുന്ന എല്ലാ ഇടപാടുകൾക്കും ഒരു ഇന്റർമീഡിയറി വിഭാഗമുണ്ട് കേട്ടോ. അതിനെ വിസിൽ എന്നാണ് വിളിക്കുക. അതിന്റെ മാനേജിംഗ് ഡയറക്ടർ, അദ്ദേഹം സർക്കാർ നിയമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണ് ഈ കമ്മിറ്റിയുടെ കൺവീനർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ കമ്മിറ്റിയിൽ 3 അംഗങ്ങൾ കൂടിയുണ്ട്. ഒന്നാമത്തെയാൾ തുറമുഖ വകുപ്പ് സെക്രട്ടറി, രണ്ടാമത്തെയാൾ ധനവകുപ്പ് സെക്രട്ടറി, മൂന്നാമത്തെയാൾ നിയമവകുപ്പ് സെക്രട്ടറി. ഇവരാണ് മറ്റംഗങ്ങൾ എന്ന് പറയുന്നത്. ഈ 3 വകുപ്പുകളും, അതായത് തുറമുഖം, ധനം, നിയമം, ഈ വകുപ്പുകൾ ആരാണ് ഭരിക്കുന്നത്? ഈ വകുപ്പുകൾ ആരുടെ കയ്യിലാണ്? മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ കയ്യിലാണെന്നേ. അതിലൊരു നിഗൂഢതയും നമ്മൾ ആരോപിക്കുകയല്ല കേട്ടോ. അദ്ദേഹം തന്നെ അദ്ദേഹത്തിനായി കണ്ടെത്തിയ വകുപ്പുകളാണിത്. പക്ഷെ പ്രശ്നം എന്താണ്? ധനവകുപ്പിലായാലും തുറമുഖ വകുപ്പിലായാലും നിയമവകുപ്പിലായാലും ഫയലിൽ ഒപ്പുവെക്കുന്നത് ഒറ്റയാൾ തന്നെയാണ്. അത് വി.ഡി. സതീശനായിരിക്കും. അതാണ് പ്രശ്നം. ആദ്യം തുറമുഖ സെക്രട്ടറി ഫയൽ പരിശോധിക്കും, എന്നിട്ട് തുറമുഖ മന്ത്രിക്ക് സമർപ്പിക്കും. അത് വി.ഡി. സതീശനാണല്ലോ. ഇനി തുറമുഖ മന്ത്രി ആയ വി.ഡി. സതീശൻ അത് ധനമന്ത്രിയായ വി.ഡി. സതീശന് തന്നെ അയക്കും. അത് സതീശൻ തന്നെ പരിശോധിക്കും. എന്നിട്ട് ധനമന്ത്രിയായ സതീശൻ ഇത് നിയമമന്ത്രിയായ സതീശന് തന്നെ അയക്കും. അതും അദ്ദേഹം തന്നെ പരിശോധിക്കും. എന്നിട്ട് ഈ അഭിപ്രായങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒടുവിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. അതിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രി സതീശൻ തന്നെ എടുക്കും. ഇതാണെന്നേ നടക്കാനിരിക്കുന്നത്. ഇനിയിപ്പം ഉദ്യോഗസ്ഥ തലത്തിൽ ഈ കാര്യം ആരാണ് ആദ്യം പരിശോധിക്കാൻ പോകുന്നത്? സ്വാഭാവികമായും അത് തുറമുഖ സെക്രട്ടറി ആയിരിക്കുമല്ലോ. വിഴിഞ്ഞം അദ്ദേഹത്തിന്റെ വകുപ്പാണല്ലോ. ആരാണ് തുറമുഖത്തിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി എന്ന് പറയുന്നത്? രത്തൻ യു ഖേൽക്കർ ആണ് ഈ തുറമുഖ സെക്രട്ടറി എന്ന് പറയുന്നത്. അത്ഭുതകരമെന്ന് പറയട്ടെ, അദ്ദേഹം തന്നെയാണ് കേട്ടോ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും. ചുരുക്കത്തിൽ ഞാനും അപ്പനും സുഭദ്രയും എന്നൊരു പരിപാടിയാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത്. ഇതൊരു വലിയ ഗൂഢാലോചനയാണ് എന്നൊന്നും സർജിക്കൽ സ്ട്രൈക്ക് പറയുന്നില്ല. പക്ഷേ CPM-ന്, അതായത് മുഖ്യ പ്രതിപക്ഷ പാർട്ടിക്ക് ആ സംശയമുണ്ടെന്നേ. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്താണ് പറഞ്ഞത്? അദാനിയും സതീശനും തമ്മിലുള്ള ഡീലാണ് നടക്കുന്നത് എന്നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുന്നതിന് 2 ദിവസം മുമ്പ് വി.ഡി. സതീശൻ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്തേക്ക് ഒരു യാത്ര പോയിരുന്നു. അന്ന് മംഗലാപുരത്ത് വെച്ച് അദാനി ഗ്രൂപ്പിന്റെ പ്രസിഡന്റായിട്ടുള്ള കിഷോർ അൽവയുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. അതിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അതൊക്കെ യാദൃച്ഛികമാണെന്നായിരുന്നു അന്ന് കോൺഗ്രസ് നൽകിയ വിശദീകരണം. പക്ഷേ അത് സംശയകരമാണ് എന്നാണ് അന്ന് പ്രതിപക്ഷം ആരോപിച്ചത്. അതിന് പിന്നാലെയാണെന്നേ തുറമുഖ വകുപ്പ് സതീശൻ തന്നെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോഴും അതേ സംശയം തന്നെയാണ് പ്രതിപക്ഷം ആവർത്തിച്ചത്. പോരാത്തതിന് ധനമന്ത്രി കൂടിയായ വി.ഡി. സതീശൻ ആദ്യമായി അവതരിപ്പിച്ച ബജറ്റിലെ ഏറ്റവും വലിയ പ്രഖ്യാപനം എന്തായിരുന്നു? സമുദ്ര മിഷനാണ്.